വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കണ്ടെയ്നർ നീക്കത്തിന്റെ ഹബ്ബായി മാറുന്നു. രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഡിസംബറിൽ ആരംഭിക്കും. 250 മീറ്റർ ഫ്യുവൽ ബങ്കറിംഗ് ഉൾപ്പെടെ വിഴിഞ്ഞം തുറമുഖത്ത് കാത്തിരിക്കുന്ന ബൃഹത് പദ്ധതികളാണ്. ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു പറയൂ. രോഹിണി, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് 2-ാം തീയതി പ്രധാനമന്ത്രി രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കും. മെയ് 2-ാം തീയതിയാണ് കമ്മീഷൻ ഡേറ്റ്. വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ്. ഒന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ 800 മീറ്റർ ബർത്തിന്റെ നിർമ്മാണവും രണ്ടാം ഘട്ടമാകുമ്പോൾ 1200 മീറ്ററായിട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്യും. 250 മീറ്റർ ഫ്യൂൽ ബങ്കറിംഗ് ഉൾപ്പെടെ ബൃഹത്തായ പദ്ധതികളാണ് വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 3000 മീറ്റർ പുലിമുട്ട് ബ്രേക്ക് വാട്ടർ സിസ്റ്റത്തിന്റെ നിർമ്മിതികളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഈ ബ്രേക്ക് വാട്ടർ സിസ്റ്റമാണ് വിഴിഞ്ഞം തുറമുഖത്തെ വലിയ തിരമാലകളിൽ നിന്നും സംരക്ഷിക്കുന്ന എഞ്ചിനീയറിംഗ് ടെക്നോളജി. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കടലിൽ നിന്നും കരയിലേക്കുള്ള ഗുഡ് സർവീസ് ഏറ്റവും സുഗമമായിട്ട് കൊണ്ടുപോകാൻ വിഴിഞ്ഞത്തിൽ നിന്നും ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് അണ്ടർഗ്രൗണ്ട് ഭൂഗർഭ റെയിൽവേ പാത, അവിടെ നിന്നും ബാംഗ്ലൂർ, ചെന്നൈ, തൂത്തുക്കുടി തുടങ്ങിയ ഇടങ്ങളിലേക്കും അതോടൊപ്പം തന്നെ തെക്കൻ തീരത്തുള്ള മറ്റു തുറമുഖങ്ങളിലേക്കൊക്കെ ഗൂഡ്സ് കൊണ്ടുപോകാനായിട്ടൊക്കെയുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഈ ഭൂഗർഭ റെയിൽവേ പാത നിർമ്മിക്കുന്നത്. അതോടൊപ്പം തന്നെ തുറമുഖത്തിൽ ഇതുവരെ 8 ഷിഫ്റ്റ് ഷോർട്ട് ക്രെയിനുകളാണ് എത്തിയിട്ടുള്ളത്. അടുത്ത രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനമാകുമ്പോൾ 12 ഷിഫ്റ്റ് ഷോർ ക്രെയിനുകൾ കൂടി കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ 20ഓളം ഷിഫ്റ്റ് ഷോർ ക്രെയിനുകളാണ് തുറമുഖത്തെ ഈ ചരക്കുകൾ കയറ്റുന്നതും ഇറക്കുന്നതുമായിട്ട് സഹായിക്കുന്നതോടൊപ്പം തന്നെ ഒരു നവിഗേഷൻ സിസ്റ്റം ഇതായത് അവിടുത്തെ ഈ ഷിഫ്റ്റ് ഷോർ ക്രെയിനുകളെ, യാർഡ് ക്രെയിനുകളെയൊക്കെ നിയന്ത്രിക്കുന്നതും അവരുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും ഒക്കെ അവിടുത്തെ നവിഗേഷൻ സിസ്റ്റമാണ്. ഈ നവിഗേഷൻ സിസ്റ്റം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്വെയറും മറ്റു കാര്യങ്ങളൊക്കെ ഇന്ത്യൻ നിർമ്മിതമാണ്. മദ്രാസ് IIT നിന്നുമാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അത് ആ നവിഗേഷൻ സിസ്റ്റത്തെ നിയന്ത്രിക്കുന്നത് സ്ത്രീകളാണെന്നത് മറ്റൊരു പ്രത്യേകതയാണ്. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര വ്യോമയാന നിരീക്ഷണ സെല്ല് പോലെ വിഴിഞ്ഞം തുറമുഖത്തിനും ഒരു വെസൽ ഒബ്സർവേഷൻ സിസ്റ്റം ഉണ്ട്. അതായത് 20 നോട്ടിക്കൽ മൈൽ അകലെ വരെ പോകുന്ന മറ്റു രാജ്യങ്ങളിലെ കപ്പൽ വരെ അത് ഏത് കപ്പലാണെന്ന് അനലൈസ് ചെയ്ത് തുറമുഖത്തിന് സമീപം പോകുന്ന കപ്പലുകളെ മറ്റു വിവരങ്ങളൊക്കെ കടലിനെയൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വെസൽ നാവിഗേഷൻ സിസ്റ്റവും പ്രവർത്തിക്കുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വാഭാവികമായിട്ടുള്ള ആഴമുള്ള പ്രദേശമാണ്, സെഡിമെൻ്റൽ ഏരിയ അല്ല. അതുകൊണ്ട് തന്നെ തുറമുഖത്ത് സീസൺ അനുസരിച്ച് സെഡിമെൻറ്റ്സ് ഉണ്ടാവുകയും അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി അധിക തുക ചിലവാകുകയൊന്നും ചെയ്യില്ല. അപ്പോൾ തുറമുഖത്തിൻ്റെ പ്രകൃതിദത്തയാൽ കിട്ടിയ തന്നെ വലിയൊരു പ്രകൃതിദത്തയാൽ തന്നെ തുറമുഖത്തിന് അതിൻ്റേതായിട്ടുള്ള സവിശേഷതകൾ ഉണ്ടെങ്കിൽ പോലും സാങ്കേതികപരമായിട്ട് ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയാവുന്ന തുറമുഖം കൂടിയാണ്. സൗത്ത് ഏഷ്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖം എന്നൊരു ഖ്യാതിയും കൂടി വിഴിഞ്ഞം തുറമുഖത്തിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും അന്താരാഷ്ട്ര മാരിടൈം മേഖലയിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഒരു വലിയ പ്രത്യേകതയുള്ള തുറമുഖമായി തന്നെ മാറിയിരിക്കുകയാണ്.